വെൽക്കം ടു എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പം ഇന്നാണ് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം. രാവിലെ തന്നെ ഞാൻ എണീറ്റ് എൻ്റെ മുത്തശ്ശനെ കാണാൻ പോയി. മുത്തശ്ശൻ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ. അപ്പം മുത്തശ്ശന് കല്യാണത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയിട്ട് അനുഗ്രഹം മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ പോയി വന്ന് പിന്നെ ഓൺ ദ വേ കുളങ്ങര അമ്പലത്തിലും കൂടെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന്. കാരണം ഇന്ന് മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നാളത്തെ റിസപ്ഷൻ്റെ വിധുവിൻ്റെ സ്യൂട്ട് അവൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ അതുപോലെ അവന് തലേ ദിവസം ഇടാനുള്ള ഡ്രസ്സ് വേണം, കല്യാണത്തിന് നെക്സ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ട്രയൽ നോക്കിയ സമയത്ത് നമ്മൾ ചൂസ് ചെയ്ത് വെച്ച സ്യൂട്ട് അവന് സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒരുപാട് തപ്പി പിടിച്ചിട്ട് അവനൊരു സ്യൂട്ട് കണ്ടുപിടിച്ചു. വാങ്ങിയത് ഇതല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തപ്പി പിടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് നടുവട്ടത്തു നിന്നാണ് സ്യൂട്ട്. പിന്നെ കല്യാണത്തിനിടാനുള്ള ചെരുപ്പ് പോലും മനുഷ്യൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ നേരെ പോയത് ഓർഡർ ചെയ്ത് വെച്ച ഗോൾഡ് വീട്ടിലോട്ട് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഈ ഗോൾഡിനോട് ഒരു താല്പര്യമില്ല. എനിക്ക് നോ ഗോൾഡ് വെഡിങ് ആയിരുന്നു വേണ്ടത്. പക്ഷെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ടും അവരുടെ സമ്മർദ്ദം മൂലം ഞാൻ എന്തായാലും അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയ സമയത്തിനുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എനിക്കൊരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നത്. അതെന്താന്ന് എനിക്ക് ഇവിടെ പറയണം, കാരണം അതൊരു ഗിംബലായിരുന്നു. ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ചെറിയ വ്യൂ മാത്രമല്ല എൻ്റെ ചാനലിനെ പുച്ഛിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റിലുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഇഷ്ടമല്ലേ ഇത്, ഞാനത് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അവൻ എനിക്ക് ആ ഗിംബൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ നമുക്കൊരു ചെറിയ ഗുലാബി നൈറ്റും പിന്നെ ഒരു കുഞ്ഞൊരു ഡാൻസ് പ്രോഗ്രാമും കാര്യങ്ങളും, പിന്നെ നമുക്ക് DJ പ്ലസ് ഫോം പാർട്ടി ആയിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തു. എൻ്റെ അച്ഛനൊക്കെ ഇത്രയും അധികം എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നതോ ആഘോഷിക്കുന്നതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എനിക്കത് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ദാറ്റ് മേക്സ് മീ ഫീൽ സോ ഹാപ്പി. ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ ഒരു പോയിന്റിൽ എനിക്കിത് ഭയങ്കര ഇമോഷണലായി തോന്നുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയും ഐ എം ബ്ലെസ്ഡ് വിത്ത് ദ ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി നമ്മൾ ആ നൈറ്റ് അങ്ങ് കളറാക്കി. ഇപ്പോഴും കല്യാണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ബെസ്റ്റ് മെമ്മറീസ് എടുക്കുന്ന ആ ദിവസം എല്ലാവരും ഫുൾ ഓൺ പവർ ആയിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് രാത്രി ഉറങ്ങാൻ ഒരിക്കലും പറ്റില്ലല്ലോ. കാരണം ഇനി പ്രോഗ്രാം കഴിഞ്ഞ് കുളിച്ച് നേരെ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോവാണ്. നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ റഷ്യൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടി ഈ വീഡിയോസ് എടുത്തു തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഇനി നെക്സ്റ്റ് കല്യാണ വ്ളോഗിൽ കാണുന്നവരെ ബൈ.